അയ്യോ, രേണുസുതി സബ്സ്ക്രൈബ്ഡ് വീഡിയോ കണ്ടന്റുകൾ മേക്ക് ചെയ്യാൻ ആരംഭിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പൈസ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്ത ആ സാധനം ഞാൻ എടുത്തു, ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. ഞാനത് എന്തിനാ എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനകത്ത് എന്തിനാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് രേണു അതിനെ കുറിച്ച് പറയുന്നൊന്ന് കേൾക്കാം. ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, അത് നമുക്കൊന്ന് കേൾക്കണ്ടേ? അത് കേട്ടിട്ട് നമുക്ക് വരാം. സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നമുക്ക് അവിടെ കാണാം. ഓക്കെ, നമുക്ക് അവിടെ കാണാം. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ അതിനകത്ത് അതിവിദഗ്ധമായി വേണം. ഓക്കെ, ഇത് തുടങ്ങിയതിനു ശേഷം പുള്ളിക്കാരി മറ്റൊരു വീഡിയോ കൂടെ പബ്ലിഷ് ചെയ്തു, നമുക്ക് അതും കൂടെ കാണാം. ഹായ്, ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ കുറെ നാൾ മുമ്പ് ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനായിട്ടുള്ള ബേസിക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയും, നിങ്ങൾ കേട്ടോ. 10,000 ഫോളോവേഴ്സ് മിനിമം ഉണ്ടായിരിക്കണം. 18 വയസ്സ് തികഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് അഡൽട്ട് ആയിരിക്കണം. അഡൽട്ട്സ് ഒൺലി കണ്ടന്റ്. ബാക്കി പണ ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടന്റൊക്കെ തരുന്നതായിരിക്കും. നാളെ തരുന്നു, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ തരുന്നതായിരിക്കും. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുന്നത് കുൽസിതമാണോ നിർബന്ധമില്ല, അത് എന്തും ആകാം. പക്ഷെ ഞാൻ വരാം, അതിലൊക്കെ ഞാൻ വരാം. ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. ബൈ, കാണാം. ഓക്കെ, അപ്പൊ രേണുസുതി ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബർ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതാണ് സംഭവം. ഇനി ഞാൻ ഈ സാധനം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പേ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഞാൻ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റുകൾ, എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് സന്തോഷമായി 18+ കണ്ടന്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. 18+ കണ്ടന്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനായിട്ട് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയകളുണ്ട്. ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ നൗ ഫോർ ക്രിയേറ്റേഴ്സ് ഹൂ മീറ്റ് സ്പെസിഫിക് എലിജിബിലിറ്റി റിക്വയർമെന്റ് ഹാവിംഗ് എ പ്രൊഫഷണൽ അക്കൗണ്ട്. ഒന്നാമത്തെ എലിജിബിലിറ്റി പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം. രണ്ടാമത് ബീയിങ് അറ്റ്ലീസ്റ്റ് 18 ഇയേഴ്സ് ഓൾഡ്, 18 വയസ്സ് തികഞ്ഞിരിക്കണം, അഡൽട്ട് ആയിരിക്കണം, എന്നാലേ എക്സ്ക്ലൂസീവ് കണ്ടന്റ് പുറത്തുവിടാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് പിള്ളേർക്ക് ഈ പരിപാടി ഉള്ളതല്ല, അഡൽട്ട് ആയിട്ട് ഒരാൾക്കുള്ളതാണ്. അഡൽട്ട് ഒള്ളി, അഡൽട്ട് ആയ ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ബാക്കി കേൾക്കാം. ആൻഡ് ഹാവിംഗ് ലീസ്റ്റ് 10,000 ഫോളോവേഴ്സ്, 10,000 ഫോളോവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. രേണുവിന് ഇപ്പൊ 3 ലക്ഷം എന്തോ ആയി. അപ്പൊ കുറെ നാളുകൊണ്ട് രേണു ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ രേണുവിന് ഇതുവരെ തുടങ്ങാൻ സാധിച്ചില്ല എന്നാണ് രേണു പറയുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു ഇനി മുതൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ തുടങ്ങുന്നു, ഇതിന് മാത്രം ഇത് മാത്രമുള്ളായിരുന്നു ഒരു ഇതിനകത്തൊരു കുറവെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചിട്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോവാം. അതായിരിക്കും കുറച്ചും കൂടി ഉചിതം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നമുക്ക് അവിടെ കാണാം. യെസ്, ഫുൾ സപ്പോർട്ട്. ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് കുലസ്ത്രീ പിള്ളേരെ സംരക്ഷിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ആൽബത്തിൽ അഭിനയിക്കുകയായിരുന്നു. അന്നേ പറഞ്ഞതാണ് ഈ ആൽബം പോകുന്ന പോക്ക് ശരിയല്ല, യസ്മ സീരീസിന് ഇത് കടത്തി വെക്കും എന്നുള്ളത്. ഇപ്പൊ അത് സമ്പൂർണ്ണമായി. പുള്ളിക്കാരി ഇനി മുതൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു 390 രൂപ ഇതിനെന്തായാലും ചാർജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള പുതിയ ടെക്നിക്കായിട്ട് വന്നിട്ടുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ 390 രൂപ കൊണ്ട് കൊടുക്കുക. ഇത്രയും നാള് ഉദ്ഘാടന ചടങ്ങുകളിൽ വരുമ്പോഴാണ് പുള്ളിക്കാരി ഇച്ചിരി ഇറക്കിയ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് പൈസ കൊടുത്ത് കാണാം. കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നൊരു നിലവാരത്തിലേക്ക് രേണു പറന്നുയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, സപ്പോർട്ട് ചെയ്യുന്നവർ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും തലേ പൊക്കി വെക്കണം. എന്നിട്ട് പറയണം, പാവപ്പെട്ടൊരു സ്ത്രീ പിള്ളേരെ നോക്കാനായിട്ട് കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു. എന്തിന് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നു? ഡ്രസ്സ്, നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്ക്. ഹലോ ഗൈസ്. ഓക്കെ, ഇതാണ് ഞാൻ ഇട്ട വീഡിയോ.
ഈ വീഡിയോയ്ക്ക് എനിക്കൊരു കമന്റ് വന്നു. കമന്റ് അല്ല, DM മെസ്സേജ് വന്നു. ഒരു അഡ്വക്കേറ്റ് ആണ്, പക്ഷെ അവരുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വെറുതെ അവരെ ഈ വള്ളിക്കത്തോട്ട് പിടിച്ചില്ല, ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഇട്ട കമന്റ് എന്ന് പറഞ്ഞതാണ്, വൈ മനു ഷീ ഈസ് യൂസിങ് ആൻ ഇൻസ്റ്റാഗ്രാം ഫീച്ചർ വിച്ച് ഈസ് യൂസ്ഡ് ബൈ മെനി ഇൻഫ്ലുവൻസേഴ്സ്, വൈ ആർ യു മിസ് മാനിപ്പുലേറ്റിംഗ് ലൈക്ക് ദിസ്. അതായത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് രേണു ചെയ്യുന്നത്. ശരി, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട്, തുമ്പി ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ ഈ ഇച്ചിരി ശരീരം കാണിക്കുന്ന എന്തോ അശ്വതി RSO അവര് ചെയ്യുന്നുണ്ട്, ആതിര കിഡ്സോ അവര് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം അവരുടെ ശരീരഭാഗങ്ങൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഓൾറെഡി ഇട്ടുകൊണ്ടിരുന്ന വീഡിയോയിലൂടെ ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് സാധനം, ഇത് എല്ലാവർക്കും കാണിക്കുന്നത്, ഇനി നിങ്ങൾക്ക് മാത്രമുള്ള സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആകർഷിക്കുന്നതാണ് ഈ എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ലതിടുന്ന ആൾക്കാരും ഉണ്ട്, നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല, നല്ലത് വിടുക അതിനകത്ത്. പക്ഷെ നല്ലത് ഇട്ട് കഴിഞ്ഞാൽ ഒരുത്തൻ പൈസ മുടക്കി ഇത് കാണാൻ വെർത്താണോ എന്ന് ചിന്തിക്കും. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു, പ്ലീസ് വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ് വി ക്യാൻ സീ വാട്ട്സ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, എന്താണ് അവിടെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇവര് എനിക്ക് റിപ്ലൈ അയച്ചു, ഓക്കെ യു ഷുഡ് കീപ് ഇൻ യുവർ മൈൻഡ് ആൻഡ് സീ വാട്ട് കൈൻഡ് ഓഫ് കണ്ടന്റ് ഷീ ഈസ് പോസ്റ്റിംഗ്. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹെർ കണ്ടന്റ് പ്ലീസ് ഡോണ്ട് സബ്സ്ക്രൈബ്. എനിക്ക് പുള്ളിക്കാരുടെ കണ്ടന്റിൽ താല്പര്യമില്ല, സത്യമായിട്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിതനാകും, അല്ലെങ്കിൽ രേണുവിനെ ഫോളോ ചെയ്യാൻ നിർബന്ധിതനാകും. കാരണം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ എനിക്കതൊരു കണ്ടന്റ് ആണ്. എനിക്കത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരിലേക്ക് പ്രതികരിക്കാനും എനിക്കിത് കാണുമ്പോൾ നല്ലോണം പറയാനും ഈ സാധനം കാണാൻ ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. ചില ആൾക്കാർ ഇത് നീ കാണൂ, ഇതിനെ നീ റിയാക്ട് ചെയ്യൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ, എന്നെ ഫോളോ ചെയ്ത, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ഞാൻ ഇന്നതിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഞാനപ്പോ അതിനകത്ത് പറഞ്ഞില്ല എന്താ നമുക്ക് അതിനകത്ത് കാണാമെന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ശരി നമുക്ക് നോക്കാം, മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോഴത്തേനും ഞാൻ ഈ പണ്ട് ആരും അങ്ങോട്ട് കയറി സബ്സ്ക്രൈബ് ചെയ്തു. 189 രൂപ പുള്ളിക്കൊരു രൂപ ഞാൻ കൊടുത്തു. താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ കൊടുത്തു. സാധനം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ സബ്സ്ക്രൈബർ ലൈവില് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ സബ്സ്ക്രൈബർ ലൈവ് തുടങ്ങാൻ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് രേണു കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റീലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു പോസ്റ്റ് ചെയ്ത റീൽ നമ്പർ 1. എനിക്കറിയാൻ പാടില്ല എന്ത് വധിച്ചിട്ടാണ് മണിമാളിക പൊളിഞ്ഞു വീണമെന്നൊന്നും. ഇത് ഒരു വീഡിയോ, ഈ വീഡിയോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുള്ളിക്കാരി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സാധനത്തിന് വളരെയധികം വിമർശനം നേരിടുകയും ഈ സാധനം സജീന വ്ലോഗ്സ് അവരുടെ വീഡിയോയിൽ അഭിസംബോധന ചെയ്യുകയും അന്നേരം സജീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളോട് പറഞ്ഞു ഇപ്പൊ അവള് വന്നതിനകത്ത് ഇങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടല്ലേ വന്നേ, ഞാൻ പൊത്താൻ പറഞ്ഞ അവൾ പൊത്തും എന്ന് പറഞ്ഞിട്ട് സജീന പറയുന്നുണ്ടായിരുന്നു. ഇനി ബാക്കി അവളുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ സജീന പറഞ്ഞ പോലെ പൊത്തി. എത്ര നേരം പൊത്തി? ഒരു ഇന്റർവ്യൂയിൽ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് പുള്ളിക്കാരി പൊത്തി. അത് കഴിഞ്ഞപ്പോ ഒന്നിത് മറ്റൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. എടീ ഇത് സിറ്റുവേഷൻ സോങ് ആണ് ഇടുന്നേ. ബാക്കി പാട്. ഓക്കെ, നിങ്ങൾ ഈ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിനകത്തൊക്കെ എന്തൊരു ഒരു പ്രശ്നമുള്ള പാട്ടുകളുടെ വരികളാണിത്. നമ്മുടെ നാട്ടില് പണ്ട് കാലങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന പല പാട്ടുകളുടെ വരികളും ദ്വയാർത്ഥമുള്ളതാണ്. ആ ദ്വയാർത്ഥം തന്നെയാണ് പുള്ളിക്കാരി എടുത്തിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി, ഇതിനകത്ത് നിങ്ങൾ കണ്ടാൽ മതി, പുള്ളിക്കാരി ഈ ആ സീറ്റ് ബെൽറ്റ് എടുത്ത് മാറ്റുന്നത് ഓൾറെഡി കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം, വീണ്ടും ഞാൻ ഇവിടെ കാണുന്നത് പോലെ സീറ്റ് ബെൽറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അന്നുണ്ടായി അതേ കോൺട്രവേഴ്സി പിന്നെ ഉണ്ടാവുമെന്ന്. ഈ രേണുസുതി ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ വന്താ സുട്ട സത്ത റിപ്പീറ്റ്, വന്താ സുട്ട സത്ത റിപ്പീറ്റ്. ഈ റിപ്പീറ്റ് സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നാള് വീട് ഫിറോസിക്ക ബിഷപ്പ്, ഫിറോസിക്ക വീട് ബിഷപ്പ്, ഫിറോസിക്ക ബിഷപ്പ് വീട് എന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നാള് കാമുകൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു കാമുകൻ, ഇതായിരുന്നു. ഇപ്പോ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അക്ഷയ് നല്ലവന്റെ പേര്, ഇതാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. അപ്പൊ ഓൾറെഡി പുള്ളിക്കാരിക്ക് അറിയാം ഈ സീറ്റ് ബെൽറ്റ് തുറന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സീൻ ആവുന്നുള്ളത്. പുള്ളിക്കാരി അത് തന്നെ കണ്ട് ഇതിനകത്തും ചെയ്യുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് മാറ്റിയിടുന്നു, കുത്തിക്കയറ്റുന്നു, എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പുല്ലെങ്കിലും ആട്ട് അതും. അപ്പൊ പുള്ളിക്കാരി വളരെ വിദഗ്ധമായി ചെയ്യുന്നുണ്ട്. ഇനി പുള്ളിക്കാരുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റിലേക്ക് പോയി കഴിഞ്ഞാൽ
ഇത് തുടങ്ങിയ സമയത്ത് വെറും 45 റുപ്പീസേ ഉള്ളായിരുന്നു. അപ്പൊ ചെയ്തില്ല, ഞാൻ ചെയ്തില്ല. അന്നേരം എന്റെ ഈഗോ ടച്ച് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഈ സാമാനം ഇപ്പൊ 189 രൂപയായി, 400 എത്ര കണ്ട് സബ്സ്ക്രൈബറുമായി. അപ്പോഴാണ് നമ്മൾ ഈ പണ്ടാരം ചെയ്യുന്നത്. പോട്ടെ, നമുക്കൊരു ഓൺ ആൻഡ് ആവറേജ് 450 ആൾക്കാര് 189 രൂപ കൊടുത്തു എന്ന് നമുക്കൊന്ന് 150 രൂപ കൊടുത്തു എന്ന് നമുക്കൊന്ന് ചിത്രീകരിക്കാം. അപ്പൊ തന്നെ 67,500 രൂപ ഒരു മാസമായി. അവിടെ ബാങ്കിൽ പോയി കിടന്ന് കിളച്ച്, സാറേ ഒരു ക്രെഡിറ്റ് കാർഡ് സാറേ, സാർ ഒരു FD സാറേ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടത്തില്ല ഈ സാലറി. ശരി, ഇനി നമുക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റിലേക്ക് പോവാം. കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടായിരുന്നു, പുള്ളിക്കാരി എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ട് വരുന്ന ഒരു സാധനം. ഒന്നും കൂടെ ഒന്ന് കാണാം. ഹായ്, ഹലോ. അപ്പം ഓക്കെ, നിങ്ങളപ്പോ ഈ പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് പരിശോധിക്കുക. പുള്ളിക്കാരിയുടെ വസ്ത്രത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് വസ്ത്രവും അവർക്ക് ധരിക്കാം. നമുക്ക് ആ വസ്ത്രത്തെ നിങ്ങൾ ശ്രദ്ധിക്കാം, നമുക്ക് കാണാം. ഞാൻ സത്യം പറഞ്ഞാൽ കുറെ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എന്റെ ബിസി. ഓക്കെ, ഇനി പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഇതാണ്. ഗുഡ് മോർണിംഗ്, അതാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ. എടാ, ഇതില് എന്താ ഇപ്പൊ പറയണ്ടേ? പുള്ളിക്കാരി എന്താണ് ചെയ്യുന്നത്? ഇത് തന്നെയാണ് സംഭവം. കുറെ നാളുകൾ കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കണ്ടന്റ് എന്റെ കിടപ്പുണ്ടെന്നുള്ള സാധനം പലയിടത്തായിട്ട് വിട്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ഞാൻ കുട്ടി ട്രൗസർ ഇടും, നിക്കർ വിധവാന്ന് എന്നെ ഞാൻ തന്നെ വിളിച്ചത് സംബോധന ചെയ്യും, ഇങ്ങനെ പല സാധനം ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, എക്സ്ക്ലൂസീവ് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി ഇച്ചിരി ഇറങ്ങിയ സാധനം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അല്ലയോ, ഇറങ്ങിയ സാധനം ഇടുന്നത് തെറ്റില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ടാണ്. എനിക്ക് അതിനകത്തൊന്നും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടാം. പക്ഷെ അങ്ങനെ ഇടുമ്പോഴത്തേനും ഇവരെ ന്യായീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് മനസ്സിലാക്കുക ഇത് തന്നെയാണ് അതിനകത്ത് കണ്ടന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഇടുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ നോർമൽ വീഡിയോയിൽ കാണുന്ന അത്രയും ശരീരഭാഗങ്ങൾ മാത്രമേ ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്യും. പക്ഷെ ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ വീഡിയോ ഇടുമല്ലോ, അപ്പോ ഇത്ര ഇങ്ങനെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും. അതേ വീഡിയോ തന്നെ വേറെ കുറെ പോസുകൾ, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് അങ്ങോട്ട് വരുത്തും. ഈ ഇൻഫ്ലുവൻസേഴ്സിനകത്ത് മെജോറിറ്റി ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി, തുമ്പി, പക്കി, പാറ്റ, തവള, ഇവരെല്ലാം ചെയ്യുന്ന പരിപാടി എന്താ? എന്റെ ശരീരഭാഗം കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് കാണണമെങ്കിൽ 159 രൂപ കൊടുത്ത് നീയൊക്കെ മാസം ഇരുന്ന് കണ്ടോ, നിനക്കൊക്കെ കിട്ടുകാച്ച സാധനം ഞാൻ തരും. ഇതാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ വെറുതെ ഞാൻ കളഞ്ഞാണ് പൈസ. എന്റെ ഈഗോയെ ടച്ച് ചെയ്യാൻ പാടില്ല, പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ കളഞ്ഞത്. ഇതാണ് പുള്ളിക്കാരി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റോറിയാണ് നിലവിൽ ഇട്ടിട്ടുള്ളത്. ഒരു സ്റ്റോറി ഇത്, മറ്റൊരു സ്റ്റോറി ഇതേ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം എക്സ്ക്ലൂസീവ് ചെയ്യണേ. നിങ്ങളെ സ്വന്തക്കാരോടും ബന്ധുക്കാരോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണേ. എക്സ്ക്ലൂസീവ് സാധനം ഞാൻ തരും, എക്സ്ക്ലൂസീവ് സാധനം ഞാൻ തരും എന്നൊരു സാധനമാണ് പുള്ളിക്കാരി പബ്ലിഷ് ചെയ്ത് വിട്ടിട്ടുള്ളത്. സന്തോഷമായല്ലോ. ഓക്കെ, മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമുക്ക് നോക്കാം പുള്ളിക്കാരി മാന്യമായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത്. മാന്യമല്ല എന്നുണ്ടെങ്കിൽ മാന്യമല്ല എന്ന് നമ്മൾ പറയും, മാന്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അവിടെ ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിന്ന് പൈസ മേടിച്ചിട്ട് നിനക്കൊക്കെ വേണ്ടി മാത്രം തരുന്ന ഒരു സാധനം. അങ്ങനെ ഒരുത്തൻ പൈസ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ അതുപോലെ ഇവരുമായിട്ട് ഫാൻ ആയിരിക്കണം, ഇവരുടെ ഭയങ്കര ഫാൻ ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റാർക്കും കാണാത്ത എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സാധനം എനിക്ക് കാണണം എന്നൊരു ആവേശം വേണം, ഒരു ത്വര വേണം. ഈ 2 ത്വരയാണ് ഉള്ളത്. ഈ ത്വര ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് മറ്റു വീഡിയോസ്. ഇപ്പൊ ഓൾറെഡി വിവാദം ഉണ്ട്. സീറ്റ് ബെൽറ്റ് താത്തി കൊടുത്തു, നിക്കർ ഇട്ടുകൊണ്ട് നടന്നു, തുണി ഊരി കാണിച്ചു, അങ്ങനല്ല കുട്ടിത്തുണി ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സാധനങ്ങൾ കോൺട്രവേഴ്സിയിൽ കറങ്ങുന്നുണ്ട്. എനിക്ക് 4 കാമുകനുണ്ട്, ഹിന്ദുവാണ്, മുസ്ലിമാണ്, സിഖുകാരനാണെന്നൊക്കെ പറഞ്ഞ് കുറെ കോൺട്രവേഴ്സികൾ കറങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പോ എക്സാക്ട് റൈറ്റ് ടൈമാണത്. മാസം നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ കിട്ടും? കൊള്ളടെ. ഇതൊക്കെയാണ് എക്സ്ക്ലൂസീവ് കണ്ടന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരാം, അടുത്ത സാധനമായിട്ട് ഞാൻ വരാം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മാസം 189 രൂപ കൊടുത്തല്ലോ, അപ്പൊ ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം പുള്ളിക്കാരി എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നുള്ളത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ്, കമന്റ് ചെയ്യ് ഈ വീഡിയോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.